بسم الله الرحمن الرحيم لا إله എല്ലാവരും ചൊല്ലും لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഒന്നിരിക്കും. വളരെ കുറച്ച് കാര്യം പറയുള്ളൂ, ഞാൻ നീട്ടി പറയില്ല. ഒരായത്തിൽ 2 പ്രാവശ്യമായി അള്ളാഹുവിനെ നിങ്ങൾ പേടിക്കണേ എന്ന് അപൂർവം ചില സ്ഥലങ്ങളിലെ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. ഒരായത്തിൽ 2 പ്രാവശ്യമായി നിങ്ങൾ അള്ളാഹിനെ പേടിക്കണമെന്ന് പറഞ്ഞ അപൂർവം ചില ആയത്തുകളിൽ ഒരായത്താണ് സൂറത്തുൻ നിസാഇന്റെ 1-ാമത്തെ ആയത്ത്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഇതിൽ 2 പ്രാവശ്യം ഇത്തഖൂ എന്ന് പറഞ്ഞു. അള്ളാഹിനെ പേടിക്കണേ, അള്ളാഹിനെ പേടിക്കണേ. അതെന്തിനു വേണ്ടിയാണ്? 1-ാമത്തേതിൽ അല്ലാഹു തആല പറഞ്ഞു, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ഈ കാണുന്ന മനുഷ്യ സഞ്ചയത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം. അതേ ആയത്തിന്റെ അവസാനം അള്ളാഹു 2-ാമതൊന്ന് പറഞ്ഞു, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. കുടുംബ ബന്ധത്തെ സംബന്ധിച്ച് നിങ്ങളോട് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും, ആ അള്ളാഹുവിനെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. കുടുംബ ബന്ധത്തിന്റെ ആണിക്കല്ല് എന്നത് അവിടെ ദൈവഭയമുള്ള, തഖ്വയുള്ള, അള്ളാഹുവിന്റെ ഭയമുള്ള ഒരു വിഭാഗം അവിടെ ഉണ്ടാവുക എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ആ കുടുംബം അള്ളാഹുവിൽ തഖ്വയുള്ള ഒരു വിഭാഗമാണെങ്കിൽ ഞാൻ മരിച്ചാലും എന്നെ മരിക്കാത്തവനാക്കി മാറ്റുന്നത് എൻ്റെ കുടുംബമാണ്. ഞാൻ മരിച്ചാലും, നിങ്ങൾ ആരും മരിച്ചാലും നിങ്ങളെ മരിക്കാത്തവരാക്കി മാറ്റുന്നത് ദൈവഭയമുള്ള കുടുംബങ്ങളായിരിക്കും. ഒരൊറ്റ ഹദീസ്, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതാ അമലുഹു. മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവന്റെ അമല് നിന്നുപോയി. പിന്നെ എന്തില്ല? നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, ഒന്നുമില്ല. പക്ഷെ ഇല്ലാ മിൻ സലാസ്, 3 മാർഗേണയല്ലാതെ 3 മാർഗത്തിലൂടെ അവന്റെ അമൽ മുറിയൂല. അവന്റെ അമൽ മുറിയാതെ 3 മാർഗങ്ങൾ നിലനിൽക്കും. അതിലൊന്നാമത്തത് ഇൽമുൻ യൻതഫിഉ ബിഹി, ഉപകാരമുള്ള ഇൽമുണ്ടാവുക എന്നതാണ്. ഇൽമ് പഠിച്ചു, അള്ളാഹുവിനെ ഭയമുള്ള, മശ്റയെ സംബന്ധിച്ചുകൊണ്ട് ചിന്തയുള്ള, നരകത്തെ സംബന്ധിച്ചുകൊണ്ട് പേടിയുള്ള, ആ രീതിയിലുള്ള ഒരു ജ്ഞാനം അവന് കിട്ടുകയും അതുകൊണ്ട് അവന്റെ ജീവിതത്തെ പ്രഫുല്ലമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലിയുണ്ട്, അവൻ മരിക്കാത്തവനായി മാറും, അവന്റെ ജീവചൈതന്യം നിലനിൽക്കും. 2-ാമത്തത് ഔ ഇൽമുൻ യൻതഫിഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമ്. 2-ാമത്തത് സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ. അത് നിലനിൽക്കുവോളം കാലം അവന്റെ ഖബറിൽ അവൻ അമരക്കാരനാണ്. 3-ാമത്തത് ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹീങ്ങളായ മക്കൾ. ഞാൻ നീട്ടുകയല്ല, നമുക്ക് അല്ലാഹു മക്കളെ നൽകുന്നു. മക്കൾ ഒരു അനുഗ്രഹമാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ തൊട്ടടുക്കലാണ് ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർ അഷ്റഫിനെ കാണുന്നതിന് വേണ്ടി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ അവിടെ വന്ന് തമ്പടിക്കുന്നു. അല്ലേ? നിങ്ങളത് കാണുന്നതല്ലേ? സൂറത്തു ശൂറയിലെ 49 മുതൽ 50 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർള്. ആകാശഭൂമിയുടെ അധികാരം അള്ളാഹുവിനാണ്. യഖ്ലുഖു മാ യശാഉ, അവൻ ഉദ്ദേശിച്ചത് അവൻ സൃഷ്ടിക്കും. യഹബു ലിമൻ യശാഉ ഇനാസ, ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ പെൺമക്കളെ കൊടുക്കും. പെണ്ണുങ്ങളെ മാത്രം ചില ആളുകൾക്ക് കൊടുക്കും, പെൺകുട്ടികളെ മാത്രം, ആണുങ്ങളെ കൊടുക്കൂല. വയഹബു ലിമൻ യശാഉ ദുകൂറ, ചില ആളുകൾക്ക് ആൺകുട്ടികളെ മാത്രം കൊടുക്കും, പെൺകുട്ടികളെ കൊടുക്കൂല.
ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസ, ചില ആളുകൾക്ക് ഇടകലർത്തി കൊടുക്കും, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൊടുക്കും. അവസാനം പറയുന്നൊരു വാക്ക് അല്ലാഹു തആല വയജ്അലു മൻ യശാഉ അഖീമ, ചില ആളുകൾ അവൻ വന്ധ്യരാക്കി മാറ്റും, മക്കളെ കൊടുക്കൂല. അത് കൊടുങ്ങല്ലൂർ ആശുപത്രിയിൽ വന്നിട്ടും കാര്യമില്ല. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞൊരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല, അള്ളാഹു കൊടുക്കൂല. അവൻ ഹിക്മത്തതായിരിക്കും, ഒരുപക്ഷെ കൊടുക്കുന്നത് കൊണ്ട് അവന് ദോഷമാകും. അപ്പൊ എത്ര ആളുകൾ കുട്ടികളില്ലാതെ വിഷമിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ, മക്കൾ എന്നത് ഈ ദുനിയാവിന്റെ ഒരു അലങ്കാരമാണ്. ഇന്നമ അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അംവാലും ഔലാദും നിങ്ങൾക്ക് സീനത്താണ്, അലങ്കാരമാണ്. സമ്പത്തും നിങ്ങളുടെ സന്താനവും നിങ്ങൾക്ക് അലങ്കാരമാണ്. അലങ്കാരമായി അള്ളാഹു എന്ത് നമുക്ക് നൽകിയോ അതെല്ലാം പരീക്ഷണത്തിന് വേണ്ടിയാണ്. ഉള്ള ഉമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവരൊക്കെ എവിടെ ഇരുന്നു എന്നാവല്ലപ്പോ? കുഞ്ഞുമക്കളൊന്നും മിണ്ടാതിരിക്കുക. അലങ്കാരമായി അള്ളാഹു നമുക്ക് എന്ത് നൽകിയോ അതെല്ലാം പരീക്ഷണത്തിന് വേണ്ടിയാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും. സീനത്ത് എന്നാണ് മക്കളെ സംബന്ധിച്ചുകൊണ്ട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, അലങ്കാരമെന്ന്. അലങ്കാരമായി മനുഷ്യന് നൽകിയത് മുഴുവനും പരീക്ഷണത്തിന്. വിജ്ഞാനം അലങ്കാരമാ, പരീക്ഷണത്തിന്. സൗന്ദര്യം അതൊരു അലങ്കാരമാ, പരീക്ഷണത്തിന്. സമ്പത്ത് അതൊരു അലങ്കാരമാണ്, പരീക്ഷണത്തിന്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കാര്യം മനസ്സിലാക്കിയത്, വിരസത അനുഭവിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാൽ വിരസത ഇല്ലാതെയാകുമെന്നുള്ളതാണ്. ക്ലാസ് എടുക്കുന്ന ഉസ്താദുമാരും ശ്രദ്ധിച്ചോളൂ. ക്ലാസ് എടുക്കുന്ന ഉസ്താദുമാര് കുട്ടികൾ ഉറക്കം തൂങ്ങുകയാണെങ്കിൽ വല്ല മജ്ബൂസോ മന്തിയോ ഒക്കെ ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുട്ടികളുടെ ശ്രദ്ധ പോറും, അല്ലേ? കണ്ടോ, ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കന്നെ എങ്ങനെയാ, മജ്ബൂസിന്റെ, മന്തിയുടെ, അൽഫാമിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ കുട്ടികൾ പിന്നെ വളരെ പെട്ടെന്ന് തിരിച്ചു വരും ചെയ്യും. അപ്പൊ അതുകൊണ്ട് വെള്ളം അതൊക്കെ വന്നപ്പോൾ എല്ലാവരും ഇപ്പോൾ ഉഷാറായി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അലങ്കാരമായി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ മക്കൾ അതൊരു പരീക്ഷണത്തിന് വേണ്ടിയാണ്. ആ പരീക്ഷണം മക്കൾ ബുസ്റക്ക് കാരണമാണെങ്കിൽ മക്കൾ ഉസ്റക്കും കാരണമാകും. മക്കൾ സന്തോഷത്തിന് കാരണമാണെങ്കിൽ മക്കൾ പ്രയാസത്തിനും കാരണമാകും. അതുകൊണ്ട് ഈ മക്കൾ നമുക്ക് വേണ്ടി ഉപകാരമുള്ള മക്കളായി മാറണമെന്നുണ്ട് എങ്കിൽ നമ്മുടെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ, ഇവിടുത്തെ സദറുസ്താദും അതുപോലെ തന്നെ ഉദ്ഘാടകനും അതുപോലെ നമ്മുടെ അധ്യക്ഷനെല്ലാം പറഞ്ഞതുപോലെ വളരെ മനോഹരമായൊരു കെട്ടിടം നമുക്കുണ്ട്. ആ കെട്ടിടം ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു കെട്ടിടം നമുക്കുണ്ടായിട്ട് ആ കെട്ടിടങ്ങളെ കേവലം 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് അല്ലെങ്കിൽ 6-ാം ക്ലാസ് വരെ ഉള്ള ഒരു തലത്തിലേക്ക് പരിമിതപ്പെടുത്താതെ ഇവിടെ ഉള്ള ക്ലാസ് ഏകദേശം 12-ാം ക്ലാസ് വരെ നമ്മുടെ റേഞ്ചിലുള്ള മദ്രസയാണ് ഈ മദ്രസ. അത്രയും അവസ്ഥ വരെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ രക്ഷിതാക്കളായ നിങ്ങൾ മുന്നോട്ട് വരണം. കാരണം ഈ മക്കൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഉപകരിക്കണമെങ്കിൽ അവർക്ക് അറിവ് കിട്ടണം, വിജ്ഞാനങ്ങൾ കിട്ടണം. ആ വിജ്ഞാനങ്ങൾ ഇവിടെ വലിയ വലിയ കിതാബുകളുടെ ചില മത്നുകളാണ് വലിയ ക്ലാസ്സുകൾ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ്. മുനാക്കഹാത്ത്, മുആമലാത്ത്, ജിനായാത്ത്, ആ രീതിയിൽ 4 കാര്യങ്ങളുണ്ട്. ഇബാദാത്തിന്റെ കാര്യങ്ങൾ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നുണ്ട്. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമെല്ലാം അത് ഇബാദാത്തിന്റെ വിഷയങ്ങളാണ്. അത് മാത്രമല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തൊന്നുണ്ട് മുആമലാത്ത്, ഇടപാട് സംബന്ധമായ വിഷയങ്ങൾ. അത് പിന്നീട് കുട്ടികൾ പഠിക്കുന്നത് 8 മുതൽ അങ്ങോട്ടാണ്. അതുപോലെ ജിനായാത്ത്, അക്രമപരമായ വിഷയങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള വിഷയങ്ങൾ പഠിക്കാനുണ്ട്. അതും 8-ാം ക്ലാസ് മുതൽ അങ്ങോട്ടാണ്. മുനാക്കഹാത്ത്, വിവാഹ സംബന്ധമായ വിഷയങ്ങൾ പഠിക്കാനുണ്ട്. അതും കുട്ടികൾക്ക് 8-ാം ക്ലാസ് മുതൽ അങ്ങോട്ടാണ്. അപ്പൊ കേവലം ഇബാദാത്തിന്റെ വിഷയങ്ങൾ മാത്രം പരിമിതപ്പെടുത്തി ഇസ്ലാമിന്റെ മറ്റ് 3 വിഷയങ്ങളെ തള്ളിക്കളഞ്ഞ, അല്ലെങ്കിൽ ആ വിഷയങ്ങൾ പഠിക്കാൻ സൗകര്യമുണ്ടായിട്ടും ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താതെ പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് നമ്മൾ എത്തുകയില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ എല്ലാവരെയും സാലിഹീങ്ങളാക്കി തരട്ടെ. കിട്ടും. നമ്മുടെ മക്കളെ അല്ലാഹു സാലിഹീങ്ങളാക്കി തരട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സാലിഹീങ്ങളാക്കി തരട്ടെ. ദുആ ചെയ്യേ, അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കി തരട്ടെ.
മുഅ്മിനീങ്ങളെ, ഒരൊറ്റ ആയത്ത്, സൂറത്തുൽ മുനാഫിഖൂന്റെ 11-ാമത്തെ ആയത്ത്. നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഉസ്താദ് ഓതുന്ന ആ സൂറത്ത് നിങ്ങൾ കേൾക്കാറുണ്ട്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരായത്തതാണല്ലോ. ഒരു മനുഷ്യന് ആയുസ് എത്തിക്കഴിഞ്ഞാൽ ആ ആയുസ് അല്ലാഹു തആല പിന്നെ ഒരു സെക്കൻഡ് പോലും പിന്തിച്ചിടുകയില്ല. അതുറപ്പാണല്ലോ. പിന്നെ നമ്മളെല്ലാവരും അല്ലാഹുവോട് ദുആ ചെയ്യുന്നു ആയുസിന്റെ വർധനവിന് വേണ്ടി, ഇല്ലേ? നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട് ആയുസിന്റെ വർധനവിന് വേണ്ടി. പക്ഷെ ആ വർധനവ് എങ്ങനെയാണ് കിട്ടുക, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നിശ്ചയിക്കപ്പെട്ടത് എനിക്ക് 60 വയസ്സാണെങ്കിൽ ഒരിക്കലും തന്നെ ഒരു സെക്കൻഡ് അപ്പോട്ട് ഞാൻ പോകില്ല, അങ്ങോട്ട് പോവില്ല. നിങ്ങൾ എല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ട ആയുസ് അങ്ങനെ തന്നെയാ. പക്ഷേ ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ, പിന്നെ എന്തിനാണ് ആയുസിന്റെ വർധനവിന് വേണ്ടി ദുആ ചെയ്യുന്നത്? ദുആ ചെയ്യാറില്ലേ? ആയുസ് നീട്ടിക്കെട്ടണം നമ്മളൊക്കെ ദുആ ചെയ്യാറില്ലേ? എന്തിനു ദുആ ചെയ്തിട്ടില്ലെങ്കിൽ ദുആ ചെയ്യുന്നതാ. കാരണം ദുനിയാവിൽ ഒരിക്കലും തന്നെ മനുഷ്യന്റെ ആഗ്രഹം അവസാനിക്കൂല. എത്രയും കാലം ജീവിക്കണമെന്നാണ് 99 വയസ്സായ ഉമ്മാമയും ഉപ്പാപ്പയും ആഗ്രഹിക്കുക. അള്ളാഹു ഒരു നിശ്ചിത അവധി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ദുആ, ആയുസിന്റെ വർധനവിന് വേണ്ടിയുള്ള ദുആ എന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ എന്ന ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, അബൂദർദ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്, ഇന്നമസ് സിയാദത്തു ഫിൽ ഉംരി, ആയുസിന്റെ വർധനവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ആയുസിന്റെ വർധനവ് എന്ന് പറഞ്ഞാൽ അയ്യർസുഖല്ലാഹുൽ അബ്ദ ദുർരിയതൻ സാലിഹ, ഒരു മനുഷ്യൻ അല്ലാഹു തആല സാലിഹീങ്ങളായ മക്കളെ കൊടുക്കലാണ്. സാലിഹീങ്ങളായ മക്കളെ കൊടുക്കലാണ് ആയുസിന്റെ വർധനവ്. യദ്ഉ ലഹു, ഈ മക്കൾ ഇവന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ യൽഹഖു ദുആഉഹു ഇലാ ഖുബൂരിഹിം, അവന്റെ ദുആ ഈ ഖബറുകളിലേക്ക്, ഇവരുടെ ഖബറുകളിലേക്ക് എത്തിച്ചേരും. ആ രീതിയിൽ ദുആ ചെയ്യുന്ന മക്കളെ കിട്ടലാണ് ആയുസിന്റെ വർധനവ് എന്നുള്ളത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പം നമ്മൾ മരിച്ച് ഈ പറയപ്പെട്ട പള്ളിനട ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുമ്പോഴും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ കിട്ടലാണ് നമ്മുടെ ആയുസിന്റെ വർധനവ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഖബറിൽ അമരക്കാരനായി മാറുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ തലത്തിലുള്ള സ്വാലിഹീങ്ങളായ മക്കളിലേക്ക് നമ്മുടെ മക്കളെയും അല്ലാഹു എത്തിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്കും ദുആ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഓർമ്മ ശക്തിയുള്ള, നല്ല ബുദ്ധിശക്തിയുള്ള, രണ്ട് നിലക്കും മതപരമായും ഭൗതികപരമായുമുള്ള അവരുടെ പഠനങ്ങളിലൊക്കെ മികവ് നൽകുന്ന നല്ല മക്കളാക്കി നമ്മുടെ മക്കൾ അല്ലാഹു ഉയർത്തട്ടെ. അതേപോലെ തന്നെ ഇതിനു വേണ്ടി എല്ലാ നിലക്കുമുള്ള സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ, അതിനുവേണ്ടി അവരെ ആ രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഠിനമായി യത്നിക്കുന്ന ഇവിടുത്തെ ഉസ്താദുമാർ, അതേപോലെ അതിനു വേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകുന്ന ഇവിടുത്തെ മാനേജ്മെന്റ്, എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും അല്ലാഹു തആല ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ, അവരെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കട്ടെ എന്നുകൂടി ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.